അഹങ്കാരം ഇല്ലാതാകുമ്പോൾ പ്രഥമ ലക്ഷണം മുഖത്താണ് പ്രതിഫലിക്കുക. ഈ അഹങ്കാരിയായ സ്ത്രീയുടെ മുഖമൊന്ന് കാണിക്ക്. ഹസ്തിനപുരത്തിന്റെ രാജസദസ്സിൽ ഇതെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വംശത്തിന്റെ കുലമൃഗമാണെന്ന്, കുലരാഷ്ട്രത്തിന്റെ അഭിമാനമാണെന്ന് ഹസ്തിനപുരം നമ്മെ ലക്ഷ്മിയുടെ രൂപത്തിലാണ് ഈ നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മ ഇവിടെ ഒരു അപരാധിയെ പോലെയാണ് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. നാം ഈ സമസ്ത സദസ്യരോടും ചോദിക്കുകയാണ്, ഇതേത് രീതിയിലുള്ള ധർമ്മമാണ്? ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സമസ്ത വ്യക്തികളും ധർമ്മത്തിനനുസൃതമായി മാത്രമാണ് പ്രവർത്തിച്ചത്. അപ്പോഴിവിടെ ധർമ്മമാണ് ഒരു സ്ത്രീയെ അപമാനിക്കുന്നത്. സ്ത്രീകളെ ചൂഷണം ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾ പുരുഷന്മാർക്ക് നൽകുന്നതും ധർമ്മമാണോ? നിങ്ങളേവരും അവരവരുടെ ധർമ്മത്തെ പറ്റി മാത്രമാണ് ചിന്തിച്ചത്. പക്ഷെ ഒരാൾ പോലും ഇവിടെ പാഞ്ചാലിയുടെ അഭിമാനത്തെ പറ്റിയോ പാഞ്ചാലിയുടെ അധികാരത്തെ പറ്റിയോ പാഞ്ചാലിയുടെ വികാരങ്ങളെ പറ്റിയോ ചിന്തിച്ചത് പോലുമില്ല. വരൂ ദാസി ദ്രൗപദി, വരൂ. ഈ സമസ്ത പ്രപഞ്ചവും ഭയന്ന് വിറയ്ക്കുന്ന തരത്തിൽ ഒരു മൃത്യുവാണ് നാം നിനക്ക് നൽകുവാൻ പോകുന്നത്. നാം നിന്റെ തൊടയിലെ അസ്ഥി തകർത്തുകൊണ്ട് നിന്റെ പ്രാണൻ എടുക്കുന്നതാണ് ദുര്യോധന. ഇത് നാം എടുക്കുന്ന ശപഥമാണ്. ഇത് നമ്മുടെ ശപഥമാണ് ശാസന. എപ്രകാരമാണ് ഇവൾ ഇന്ദ്രപ്രസ്ഥത്തിലെ സഭയിൽ വെച്ച് സമസ്ത ആര്യവട്ടത്തിന്റെ ഈ സമക്ഷം നമ്മെ നിരായുധനാക്കിയത്, അപ്രകാരം തന്നെ ഇവളെ ഈ സഭയിൽ വെച്ച് നീ വ്യവസ്ഥയാക്കൂ. മൃത്യുവിന് തയ്യാറായിക്കൊള്ളൂ. നമ്മളെ സംരക്ഷിക്കുക ഇനി നിങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. ധർമ്മത്തിൽ അധിഷ്ഠിതമായി നടക്കുന്ന അധർമ്മത്തെ തടയുവാനുള്ള സാഹസം നിങ്ങളിൽ ആർക്കും തന്നെ ഇല്ലാതായിരിക്കും. അതിനാൽ നമ്മെ സംരക്ഷിക്കുക ഇനി നിങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. നമ്മുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഈശ്വരൻ നിശ്ചയം നിർവഹിച്ചിരിക്കും.